ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള റവ കേസരി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കേട്ടോ. ഒരുപാട് ടിപ്സ് ഞാനിതിൽ പറഞ്ഞു പോകുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ നിങ്ങളൊന്ന് കണ്ടേക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നിട്ട് ആ തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കനിൽ ഓളും മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. റവ കേസരി തയ്യാറാക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ അളവുകൾ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് റവ എടുക്കുന്നത്. 1 കപ്പ് അളവിൽ റവ എടുക്കുമ്പോൾ 2 കപ്പ് അളവിൽ വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ വെച്ച് കൊടുത്ത 2 കപ്പ് വെള്ളവും നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മൾ വെച്ച് കൊടുത്ത വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഒരു പിഞ്ച് അളവിൽ ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ഒരല്പം കുങ്കുമപ്പൂ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ആ കുങ്കുമപ്പൂവിൻ്റെ വെള്ളം കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർക്കാം. കുങ്കുമപ്പൂ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഒന്നുകിൽ മഞ്ഞ ഫുഡ് കളറോ അല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ച് കളറിൻ്റെ ഫുഡ് കളറോ നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ മറ്റൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. പശുവിൻ നെയ്യാണ്. ആകെ മൊത്തം നമുക്ക് 1/2 കപ്പ് അളവിൽ നെയ്യ് ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് 1/4 കപ്പ് അളവിൽ മാത്രം നെയ്യ് മതിയാവും. കൂടെ തന്നെ ഇതിനോടൊപ്പം പിന്നെ വേണ്ടതാണ് ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി. റിഫൈൻഡ് ഓയിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. മണമില്ലാത്ത എണ്ണ വേണം കേട്ടോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അതായത് നല്ലെണ്ണ, കടലെണ്ണ, വെളിച്ചെണ്ണ ഇങ്ങനെയുള്ള എണ്ണയും ചേർക്കരുത്. എങ്കിൽ പിന്നെ ആ ഒരു ഫ്ലേവർ നമ്മുടെ ഈ കേസരിക്കുണ്ടാവും. നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും, അതായത് റവ കേസരി തയ്യാറാക്കി നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരല്പം നമ്മൾ ഇതുപോലെ എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മാറി തുടങ്ങുന്ന സമയം നമുക്കിതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മുന്തിരി എല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ നല്ലതുപോലെ ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതുപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. ഒരുപാട് സമയമായിട്ട് നമ്മളിത് വറക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതെടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ 1 കപ്പ് നിറയെ ഞാനിപ്പോൾ റവ എടുത്തിട്ടുണ്ട്. ആ റവ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഞാൻ നല്ലതുപോലെ ഒന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ്. മീഡിയത്തിൽ നിന്ന് ഒരു അല്പം കൂടി ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതുപോലെ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. നമ്മളിതിലേക്ക് ഉപയോഗിക്കേണ്ട റവ വന്നിട്ട് വറുത്തതോ വറുക്കാത്തതോ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചെയ്തേക്കണം. അതായത് ഇതുപോലെ ഈ ഒരു എണ്ണയിൽ നമ്മൾ നല്ലതുപോലെ ഒരു 2 മിനിറ്റോളമെങ്കിലും നമ്മളൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ച ഫ്ലേവറൊക്കെ ഒന്ന് മാറി നല്ല ചെറിയൊരു മണം ഇങ്ങനെ വന്ന് തുടങ്ങും. ആ ഒരു സമയം വരെ ലൈറ്റായിട്ടൊന്ന് വറക്കണം കേട്ടോ. നമ്മളിങ്ങനെ ഇത് വറുത്തെടുക്കുമ്പോഴത്തേക്കും റവ എല്ലാം പരസ്പരം ഒട്ടിപ്പിടിക്കാതെ ഒറ്റയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഒരു 2 മിനിറ്റോളം കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവറൊക്കെയാണ് കേട്ടോ ഇങ്ങനെ വന്നു തുടങ്ങുന്നത്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചിരുന്നില്ലേ, ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നല്ല ചൂടോടുകൂടി തന്നെ, വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്തേക്കണം കേട്ടോ. എങ്ങാനും വെള്ളം തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ കൈയെടുക്കാം, നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു 30 സെക്കൻഡ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ റവയുടെ കൺസിസ്റ്റൻസിയൊക്കെ ഈ ഒരു രീതിക്കൊന്ന് മാറും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് അളവിലാണ് നമുക്കിതിലേക്ക് പഞ്ചസാര വേണ്ടത്. അപ്പോൾ ആ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. പഞ്ചസാര നല്ലതുപോലെ ഒന്ന് ഉരുക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ കേസരി വീണ്ടും കുറച്ചും കൂടി ഒന്ന് ലൂസായി കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് പിന്നെ ഇനി വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ 1/4 കപ്പ് അളവിൽ നെയ്യ്, അതുകൂടി ഇതിലേക്ക് ഒന്ന് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി. അപ്പോൾ ഏലക്കയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല രീതിക്ക് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി വീണ്ടും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചൂടോടുകൂടിയോ തണുപ്പിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടോ അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. റവ കേസരി പലർക്കും പല രീതിയിൽ കഴിക്കാനായിരിക്കും ഇഷ്ടം. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. സൂപ്പറായിട്ടുള്ള റവ കേസരിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കത് മറക്കാതെ അറിയിച്ചേക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കിയെടുത്തത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.